അതുപോലെ വേറെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുക. ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുക. തങ്ങൾ അവர்கள் വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ഈ ഒരു ചിട്ടയിൽ വളർന്നതാണ്. ഈ ഒരു ചിട്ടയിലാണ് മഹാനവറുകൾ പറഞ്ഞത്. മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാണ്? തഖ്വയുള്ള ആളാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ല വജ്തിനാബ്, സാധാരണ പറയുന്ന അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ തഖ്വ. ഇത് തങ്ങളുടെ ജീവിതം ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട തങ്ങളുടെ ശരീക്കുമാരുമായിട്ടൊക്കെ അവിടുത്തെ ആ വിദ്യാർത്ഥി ജീവിതകാലത്തുണ്ടായിരുന്ന സംഭവങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. ആ അന്വേഷിച്ച കൂട്ടത്തിൽ പൊന്നാനി പഠിക്കുന്ന അവസരത്തിൽ, പൊന്നാനി പഠിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവരുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് വെച്ചാൽ, എല്ലാ ജമാഅത്തിനും കൃത്യമായിട്ട് പങ്കെടുക്കും. എല്ലാ റവാത്തും എല്ലാ കാര്യങ്ങളും. അത് പിന്നീട് നമുക്കൊക്കെ അനുഭവപ്പെട്ട ജാമ്യയിൽ പഠിക്കുന്ന അവസരത്തിൽ. എന്നാൽ അതിലൊരു പ്രത്യേകത, മഹാനവറുകൾ അന്ന് ചെറിയ വിദ്യാർത്ഥിയാണല്ലോ, അന്നൊരു പ്രത്യേകത അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് പൊന്നാനി പള്ളിയിൽ സുബൈക്ക് 2 ജമാഅത്ത് നടക്കും. പൊന്നാനി പള്ളിയിൽ 2 ജമാഅത്ത് നടക്കും. ആദ്യത്തെ ജമാഅത്ത് ബാങ്ക് കൊടുത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ച ഉടൻ നടക്കുന്ന ജമാഅത്താണ്. അത് അകത്തെ പള്ളി, 1ാമത്തെ പള്ളിയിൽ വെച്ചാണ് ആ ജമാഅത്ത് നടക്കുക. ആ ജമാഅത്തിൽ ബഹുമാനപ്പെട്ട കരുവാര കൊണ്ട് KK ഉസ്താദ് അന്ന് മൂപ്പരാനുള്ള പ്രിൻസിപ്പൽ, അങ്ങനെയുള്ള ചില ഉസ്താദുമാരും മാത്രമേ ആ ജമാഅത്തിൽ പങ്കെടുക്കുള്ളൂ. ആ ജമാഅത്തിന് കഴിഞ്ഞാൽ ഉടൻ അതിൻ്റെ ആ 1ാമത്തെ അകത്തെ പള്ളീൻ്റെ വാതിലടച്ചു. പിന്നെ 2ാമത്തെ ജമാഅത്ത് നടക്കുക അതിൻ്റെ പുറമുള്ള പള്ളിയിലാണ്. ആ പള്ളിയിലാണ് മറ്റു ഉസ്താദന്മാരും വിദ്യാർത്ഥികളൊക്കെ ജമാഅത്തിന് വേണ്ടിയിട്ട് പങ്കെടുക്കുക. ആ 2ാമത്തെ ജമാഅത്തിലാണ് അധിക ആളുകളും പങ്കെടുക്കുക. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ആ പള്ളി തുറക്കുമ്പോൾ, 1ാമത്തെ പള്ളി തുറക്കുമ്പോൾ ആ പള്ളിയിൽ കിടന്ന് അവിടെ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതി, അതുപോലെ ഇത്തിക്കാഫിരുന്ന്, അങ്ങനെ ആ 1ാമത്തെ ജമാഅത്തിലായിരുന്നു മഹാനവറുകൾ എല്ലാ ദിവസവും പങ്കെടുത്തിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അതാണ്. ഇനി അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് പല വേണ്ടാവൃത്തികൾ ഇതൊക്കെ ഉണ്ടാവുക. ഒരു